മക്കളെ, അപ്പം മിസ് കഴിഞ്ഞ ദിവസം തെർമോഡൈനാമിക്സ് പറഞ്ഞു അല്ലേ? അതിൻ്റെ ബാലൻസ് സെഷൻസ് ആണ് നമ്മൾ ഈ ടോപ്പിക്കിലൂടെ ഒക്കെ പറയാൻ പോകുന്നത്, ഈ വീഡിയോയിലൂടെ. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് പോവാം. തെർമോഡൈനാമിക്സ് പ്രോസസ് ആണ് നമ്മൾ ഫസ്റ്റ് അറിയുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു എന്താണ് തെർമോഡൈനാമിക്സ്, ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു, സിസ്റ്റം എന്താണ്, സറൗണ്ടിങ്സ് എന്താണ്, ഇതൊക്കെ പറഞ്ഞല്ലേ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് തെർമോഡൈനാമിക് പ്രോസസ്സുകളാണ്. ഈ പ്രോസസ്സുകൾ എന്ന് പറയുമ്പോൾ കുറച്ചുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര ടഫായിട്ടുള്ള പ്രോസസ്സുകളൊന്നുമല്ല. ഐസോതെർമൽ, ഐസോബാറിക്, ഐസോഗ്ലോറിക്, അഡയബാറ്റിക്, സൈക്ലിക് പ്രോസസ്സ്. നമുക്കുള്ള പ്രോസസ്സുകൾ ഏതൊക്കെയാണ്? എന്താ മിസ് കാണിച്ചു തരാം. ഐസോതെർമൽ പ്രോസസ്, ഐസോബാറിക് പ്രോസസ്, ഐസോഗ്ലോറിക് പ്രോസസ്, അഡയബാറ്റിക് പ്രോസസ്, സൈക്ലിക് പ്രോസസ്. ഇത്രയാണ് നമ്മുടെ പ്രോസസ്സുകൾ വരുന്നത്. ഓക്കെ ആണല്ലോ? അതിൽ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് സൈക്ലിക് പ്രോസസ്സാണ്. ഈ സൈക്ലിക് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കിള് പോലെ റിപ്പീറ്റേഷൻ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ ആയിരിക്കും അത് എൻഡ് ചെയ്യുന്നത്. അതിനെ നമ്മൾ പറയുന്നതാണ് സൈക്ലിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. It is a process that takes place in a cyclic manner. Here the system undergoes a series of changes and finally returns to its initial stage. അതായത് ഞാൻ പറയാം, ഫോർ എക്സാമ്പിൾ നമുക്ക് എല്ലാവർക്കും അറിയാം ചിത്രശലഭം ഉണ്ടാകുന്നത് എങ്ങനെ? ചിത്രശലഭം ഏതെങ്കിലും ഒരു ഇലയിൽ പോവും, അത് മുട്ടയിടുന്നു, പിന്നെ കുറേ പ്രോസസ്സുകൾ കഴിഞ്ഞിട്ട് ചിത്രശലഭമായിട്ട് ഫോം ചെയ്യുന്നു. ഈ ഫോം ചെയ്ത ചിത്രശലഭം എന്ത് ചെയ്യും? വീണ്ടും എഗ്ഗ് ഇടുന്നു, ഒരിലയിൽ പോകുന്നു, മുട്ടയിടുന്നു, വീണ്ടും ഇതാവുന്നു അല്ലെ? ഇനിഷ്യൽ സ്റ്റേജിൽ എങ്ങനെയാണോ ഒരു ചിത്രശലഭം ഉണ്ടാവുന്നത്, ഫൈനൽ സ്റ്റേജിൽ നമ്മുടെ പ്രോഡക്റ്റ് ആയ ചിത്രശലഭം ഉണ്ടായാലും ഈ ചിത്രശലഭം വീണ്ടും ആ ഇനിഷ്യൽ സ്റ്റേജിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇതൊരു സൈക്ലിക് പ്രോസസ്സ്. ഇതിന് ചേഞ്ച് ഉണ്ടാവുന്നുണ്ടോ? ചേഞ്ച് ഉണ്ടാവുന്നില്ല. ഇതിങ്ങനെ നടന്നുകൊണ്ട് ഇങ്ങനെ ഒരു റൗണ്ട് പോലെ, നമ്മൾ വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു ലൂപ്പ് പോലാണെന്ന്. അതായത് നമ്മൾ ഒരിടത്ത് പെട്ടു, നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കറങ്ങി തിരിഞ്ഞ് ആ പോയിന്റിൽ തന്നെ വരുന്നതിനാണല്ലോ നമ്മൾ പറയുന്നത് ലൂപ്പ്. ഈ ലൂപ്പിനെ നമുക്ക് വേറൊരു പേര് വിളിക്കാം. എന്താണ്? സൈക്ലിക് പ്രോസസ്സ്. ഈ സൈക്ലിക് പ്രോസസ്സിനകത്ത് ഡെൽറ്റ യു =0 ആയിരിക്കും, ഡെൽറ്റ എച്ച് =0 ആയിരിക്കും. എന്താണ് ഡെൽറ്റ യു എന്ന് പറയുന്നത്? ഇന്റേണൽ എനർജിയാണ്. ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എൻതാൽപ്പി ആണെന്നും അറിയാം. ഈ ഡെൽറ്റ എന്ന് പറയുന്നത് ചേഞ്ചിങ് ഇന്റേണൽ എനർജി, ചേഞ്ചിങ് എൻതാൽപ്പി ആണ് വരുന്നത്. അതും മക്കൾക്ക് അറിയാം. അപ്പം നമ്മൾ സൈക്ലിക് പ്രോസസ്സ് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ വന്ന ഐസോതെർമൽ പ്രോസസ്സാണ്. ഈ ഐസോതെർമൽ പ്രോസസ്സ് എന്ന് വെച്ചാൽ നമ്മൾ നോക്കണം, പേര് തന്നെ എന്തുണ്ട്? തെർമൽ. തെർമൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടെമ്പറേച്ചർ ആണെന്ന് അല്ലേ? എന്താണ് തെർമൽ എന്ന് പറഞ്ഞാൽ? ടെമ്പറേച്ചർ. നമുക്കൊരു പനി വന്നു, നമ്മളെങ്ങനെ തെർമോമീറ്റർ വെച്ചിട്ട് ഇതാക്കുന്നു അല്ലേ? ടെമ്പറേച്ചർ നോക്കുന്നു. നമ്മൾ ലാബിൽ നിങ്ങൾക്കറിയാം തെർമോമീറ്റർ ഉണ്ട്, വലിയ തെർമോമീറ്റർ ആയിരിക്കും. അത് വെച്ച് നമ്മൾ ഇത്ര സെൽഷ്യസ്, ഇത്ര ഇതാക്കി ചൂടാക്കി എന്ന് ടെമ്പറേച്ചർ അളക്കുന്നുണ്ട് അല്ലേ? അതിനെയാണ് ഈ ഐസോതെർമൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പറയാം അത് ടെമ്പറേച്ചർ ആണ് പറയുന്നത്. അതുകൊണ്ട് അവിടെ എന്താണ്? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ് വരുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് ഒക്കേഴ്സ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അവിടുത്തെ ടെമ്പറേച്ചർ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. നമുക്കറിയാം മിസ് പറഞ്ഞു അല്ലെ, ഇന്റേണൽ എനർജിയുടെ കേസ് പറഞ്ഞപ്പോൾ മിസ് പറഞ്ഞു എങ്ങനെയായിരുന്നു? ഇന്റേണൽ എനർജി കൂടണമെന്നുണ്ടെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസ് മൂവ് ചെയ്യണം ഫാസ്റ്റ് ആയിട്ട്. ഗ്യാസ് മോളിക്യൂൾസ് മൂവ് ചെയ്യണമെങ്കിൽ അതിന് എനർജി വേണം അല്ലെ? എനർജി എങ്ങനെ? തണുത്തിരിക്കുന്നതും ചൂടിരിക്കുന്നതായിട്ട് എടുക്കുന്ന സമയത്ത്, ഇപ്പൊ ചൂടുവെള്ളം തണുത്ത വെള്ളം എടുക്കുമ്പോൾ ഇതിലേത് വാട്ടർ മോളിക്യൂൾസിനായിരിക്കും മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി? ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഏതാ? ഹോട്ട് ഫ്ലൂയിഡ് ആയിരിക്കും. കോൾഡ് ഫ്ലൂയിഡ് എന്താ? പതുക്കെ മൂവ് ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ പതുക്കെ ആയിരിക്കും, സ്ലോ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ എനർജി എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ ഈ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവുന്നുണ്ട്. അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി. ടെമ്പറേച്ചർ എന്താ? ഡെൽറ്റ ടി എന്ന് പറയുന്നത് 0 ആവുന്നുണ്ട്. ഈ ഡെൽറ്റ ടി =0 ആണെങ്കിൽ അവിടെ ഇന്റേണൽ എനർജി ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. കാര്യം എന്താ? നമ്മുടെ ടെമ്പറേച്ചറേ കോൺസ്റ്റന്റാ, 0 ആണ്. അതുകൊണ്ട് ഇന്റേണൽ എനർജിയും 0 ആയി. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് എന്താണെന്നറിയാം? ഡെൽറ്റ യു =Q+W ആണെന്നറിയാം ഈ ഇക്വേഷൻ. ഇതിനകത്ത് T 0 ആണ്. അപ്പൊ ഡെൽറ്റ യു 0 ആയി. അപ്പൊ 0 = Q+W എന്നാണ് നമ്മുടെ ഇക്വേഷൻ. Q എന്ന് പറയുന്നത് ഹീറ്റിനെയും W എന്ന് പറയുന്നത് വർക്കിനെയാണെന്ന് നമുക്കറിയാം. അപ്പൊ ഇത് = അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? Q പുറത്തേക്ക് വന്നു. Q പുറത്തേക്ക് വരുമ്പോൾ ഈ ഡബ്ല്യുവിന് പോസിറ്റീവ് സൈനാണ്, സൈൻ അവിടെ മാറും, -W വന്നു. ഇതാണ് തെർമൽ പ്രോസസ്സ് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ. ഐസോതെർമൽ പ്രോസസ്സ് ഒക്കെ അല്ലേ? സെറ്റായില്ലേ?
ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത് Q ഈക്വൽ -W ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ മിസ് ചോദിച്ചോട്ടെ, ഐസോബാറിക് എങ്ങനെ വരും? സിമ്പിളാണ് ഐസോബാറിക്. മിസ് പറഞ്ഞു തരാം. ഈ ഐസോബാറിക് എന്ന് പറയുന്നത് ബാർ എന്ന് പറയുന്നത് നമ്മുടെ പ്രഷറിന്റെ യൂണിറ്റിനെയാണ് പറയുന്നത്. എന്തിന്റെ യൂണിറ്റ് ആണ്? പ്രഷറിന്റെ യൂണിറ്റ്. പ്രഷറിന്റെ യൂണിറ്റ് ബാർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്താണ് കോൺസ്റ്റന്റ് എന്ന് പറയാം? പ്രഷറാണ് കോൺസ്റ്റന്റ് എന്ന് പറയാം. അപ്പോൾ കോൺസ്റ്റന്റ് പ്രഷറിന്റെ കേസിലാണ് ഐസോബാറിക് പറയുന്നത്. ഐസോതെർമൽ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ. കാര്യം എന്താ? തെർമൽ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ റിലേറ്റഡ് ആണ്, ബാറിക് എന്ന് പറയുമ്പോൾ പ്രഷർ റിലേറ്റഡ് ആണെന്നും നമുക്കറിയാം. അപ്പോൾ ഐസോബാറിക്കിന്റെ കേസ് പറഞ്ഞു, പ്രഷറാണ് അവിടെ കോൺസ്റ്റന്റ് എന്ന്. പി ഡെൽറ്റ പി ആണ് അവിടെ എന്ത്? കോൺസ്റ്റന്റ് ഡെൽറ്റ പി. നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ യു ഈക്വൽ Q പ്ലസ് W ആണ് അല്ലേ? നമുക്ക് വേറൊരു കാര്യം അറിയാം, നമ്മുടെ വർക്ക്. മീൻസ് ഇന്റേണൽ എനർജി പറഞ്ഞപ്പോൾ വർക്ക് എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണോ? ആണ്. അത് കറക്റ്റ് ഇക്വേഷൻ ആണ്. പക്ഷെ ഇവിടെ ഫിസിക്സിന്റെ കേസിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. പക്ഷെ നമ്മൾ കെമിസ്ട്രി അല്ലേ പഠിക്കുന്നത്. നമ്മുടെ കെമിസ്ട്രിയുടെ കേസിൽ വരുമ്പോൾ എന്താ? പ്രഷർ ഇൻറ്റു ഡെൽറ്റ വി. ഈ ഡെൽറ്റ വി എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ വോളിയം ആണ്. മിസ് ഇന്റേണൽ എനർജി പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് ഇന്നലെ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ഡെൽറ്റയും പിയും, അപ്പൊ ഡബ്ല്യുവിന് നമുക്ക് പി ഡെൽറ്റ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ Q പ്ലസ് പി ഡെൽറ്റ വി എന്ന് വരും. ഈ പോസിറ്റീവ് സൈൻ നമ്മൾ മാറുന്നുണ്ടല്ലേ? അതായത് Q മൈനസ് W എന്ന് പറയുന്ന ഒരു ഇക്വേഷനും നമുക്കുണ്ട്. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു Q മൈനസ് W. അപ്പൊ ഈ പോസിറ്റീവ് സൈൻ മാറി നമുക്കവിടെ നെഗറ്റീവ് വന്നു അല്ലേ? നെഗറ്റീവ് വന്നു. അതായത് Q മൈനസ് പി ഡെൽറ്റ വി എന്ന് പറഞ്ഞു വന്നു. പി ഡെൽറ്റ വി നമ്മുടെ ഇക്വേഷനിൽ ഡെൽറ്റ പി ആണ് 0. പക്ഷെ നമ്മുടെ ഇക്വേഷൻ വരുമ്പോൾ പി ഡെൽറ്റ വി ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ? ഐസോബാറിക് എന്ന് പറയുമ്പോൾ എന്താണ് വരിക? W ഈക്വൽ Q മൈനസ് പി ഡെൽറ്റ വി എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത് അല്ലേ? ഈ ഇക്വേഷൻ വരാൻ കാരണം എന്താ? നമുക്കറിയാം അവിടെ ഡെൽറ്റ പി ആണ് കോൺസ്റ്റന്റ് വരിക. നമ്മുടെ കയ്യിൽ ഡെൽറ്റ പി ഉണ്ടോ? ഇല്ല. നമുക്കുള്ള പി ഡെൽറ്റ വി ആണ്. അതുകൊണ്ട് ആ ഇക്വേഷൻ തന്നെ ആയിരിക്കും വരിക, Q മൈനസ് പി ഡെൽറ്റ വി. Q മൈനസ് പി ഡെൽറ്റ വി ആണ് നമ്മുടെ ഡെൽറ്റ യു എന്ന് പറയുന്നത്. ഡെൽറ്റ യു എന്ന് പറയുന്നത് എന്താ? പി മൈനസ് പി ഡെൽറ്റ, Q മൈനസ് പി ഡെൽറ്റ വി. ഓക്കെ ആണല്ലോ? ഇക്വേഷൻ എങ്ങനെ വന്നു എന്ന് മനസ്സിലായില്ലേ? സിമ്പിൾ ആണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഐസോഗ്ലോറിക്. നമ്മൾ പറഞ്ഞു, നമ്മൾ നോർമലായിട്ട് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസ് പറയുമ്പോൾ എന്താ? പ്രഷർ പറയും, ടെമ്പറേച്ചർ പറയും, പിന്നെ വോളിയം പറയും അല്ലേ? ഇത് മൂന്നാണ് നമ്മൾ പെട്ടെന്ന് മെയിനായിട്ട് നമ്മൾ പറയുന്നത് ഒരു പ്രോപ്പർട്ടി കേസിൽ. അപ്പം നമ്മളിവിടെ പ്രഷർ പറഞ്ഞു, അതേപോലെ ടെമ്പറേച്ചറും പറഞ്ഞു. അപ്പോൾ വോളിയത്തിന് വിഷമാവത്തില്ലേ? അപ്പം നമ്മളിതാ വോളിയം പറയുന്നതാണ് ഐസോഗ്ലോറിക് എന്ന് പറയുന്നത്. ഐസോഗ്ലോറിക് പ്രോസസ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോളിയം ആണ്. ഈ കോൺസ്റ്റന്റ് വോളിയം വരുമ്പോൾ നമുക്കറിയാം എന്താ? ഡെൽറ്റ വി ആണ് അവിടെ 0. നമുക്കറിയാം ഡെൽറ്റ യു ഈക്വൽ Q പ്ലസ് W ആണല്ലോ. ഈ W എന്ന് പറയുന്നത് നമുക്കറിയാം പി ഡെൽറ്റ വി ആണെന്നും അറിയാലോ. അപ്പൊ ഈ ഡെൽറ്റ വി 0 ആവുമ്പോൾ W അവിടെ എന്താ? ഇല്ല, അത് 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഡെൽറ്റ യു ഈക്വൽ Q എന്ന് പറയാലോ. QV എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. QV അല്ല, സോറി, V വരില്ല. എന്ത് വരത്തുള്ളൂ? Q എന്നാണ്. ഡെൽറ്റ യു ഈക്വൽ Q എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് വരും. ഈ ഇക്വേഷൻ വരാൻ കാരണം എന്താ? നമ്മുടെ ഐസോഗ്ലോറിക് എന്ന് പറയുന്നത് വോളിയം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഡെൽറ്റ V ആണ് അവിടെ 0 വരുന്നത്. അതുകൊണ്ട് Wയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പി ഡെൽറ്റ വി 0 ആകും. അപ്പോൾ Q പ്ലസ് W എന്ന് പറയുന്നതിന് Q മാത്രമായിപ്പോൾ ഡെൽറ്റ യു ഈക്വൽ Q എന്ന് പറയാം. ഐസോഗ്ലോറിക്കും പറയും. ഇനി അഡിയബാറ്റിക് പ്രോസസ് ആണ് പറയുന്നത്. അഡിയബാറ്റിക് പ്രോസസ്സ് എന്താണ്? കോൺസ്റ്റന്റ് ഹീറ്റ് എനർജി ആണ്. അതായത് കോൺസ്റ്റന്റ് ഹീറ്റ് എനർജീനെ പറയുന്നതാണ് നമ്മുടെ
അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമ്മൾ ഐസോബാറിക് പറഞ്ഞു, ഐസോഗ്ലോറിക് പറഞ്ഞു, ഐസോതെർമൽ പറഞ്ഞു, സൈക്ലിക് പ്രോസസ്സ് പറഞ്ഞു. പിന്നെ നമ്മൾ പറയുന്നത് എന്താ? അഡിയബാറ്റിക് പ്രോസസ്സാണ്. ഈ അഡിയബാറ്റിക് പ്രോസസ്സിൽ നമ്മൾ പറഞ്ഞു ഹീറ്റ് എനർജി കോൺസ്റ്റന്റ് ആണ്. അതേപോലെ ഹിയർ നോ ഹീറ്റ് എൻറ്റേഴ്സ് ഓർ ലീവ്സ് ഫ്രം ദ സിസ്റ്റം. സിസ്റ്റത്തിലേക്ക് ഹീറ്റ് എൻ്റർ ചെയ്യേയില്ല, ലീവ് ചെയ്യേയില്ല. എന്തുകൊണ്ടാ? ഹീറ്റ് എനർജി അവിടെ എന്താ? കോൺസ്റ്റന്റ് ആണ് അഡിയബാറ്റിക് എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് Q = 0 വരും. ഹീറ്റ് എന്നാണ് നമ്മളെ Q എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ഹീറ്റിനെയാണ്, ഹീറ്റ് എനർജിനെയാണ്. അപ്പൊ ഇവിടെ ഹീറ്റ് എനർജി തന്നെ എന്താണ്? 0 ആണ്. കാരണം എന്താ? കോൺസ്റ്റന്റ് ആണ് ഹീറ്റ് എനർജി. ഇതാണ് നമ്മുടെ തെർമോഡൈനാമിക് പ്രോസസ്സുകൾ പറയുന്നത്. എന്താണ്? തെർമോഡൈനാമിക് പ്രോസസ്സുകൾ. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ എൻതാൽപ്പിയാണ് പറയുന്നത്, H ആണ് പറയുന്നത്. ഈ ചാപ്റ്റർ മിസ് പറഞ്ഞു 4 പുതിയ ടേംസ് ആണ് നമ്മൾ പഠിക്കുന്നത്. എന്തൊക്കെയാണ്? ഇന്റേണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, ജിബ്സ് എനർജി. ഇത് നിങ്ങൾ 10ാം ക്ലാസ് വരെ കേട്ടിട്ടില്ലാത്ത പുതിയ ടേംസ് ആണ്. അപ്പൊ നിങ്ങളത് വെച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട, ഈസി കാര്യങ്ങളാണ് പറയുന്നത്. ഇതിനകത്ത് U എന്ന് പറയുന്ന ഇന്റേണൽ എനർജിയാണ്. മിസ് ഓൾറെഡി കഴിഞ്ഞ സെഷനിൽ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി നമ്മൾ H എന്ന് പറയുന്നത് എൻതാൽപ്പിയാണ്, S എന്ന് പറയുന്നത് എൻട്രോപ്പിയാണ്. നിങ്ങൾക്ക് എപ്പോഴും എക്സാമിന് മാറിപ്പോകുന്നത് എൻതാൽപ്പി എൻട്രോപ്പി ആയിരിക്കും, Hഉം Sഉം ആയിരിക്കും. അതുകൊണ്ട് H എന്ന് പറയുന്നത് എൻതാൽപ്പി ആയിരിക്കും, S എന്ന് പറയുന്നത് എൻട്രോപ്പി ആയിരിക്കും. G നിങ്ങൾക്ക് മാറിപ്പോകത്തില്ല, ജിബ്സ് എനർജി ആണ്. അതിന് നമ്മൾ G ക്യാപിറ്റൽ G H. ഇതെല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സ് തന്നെ ഇടണം, അല്ലാതെ സ്മോൾ h എന്ന് എഴുതാൻ പാടില്ല. അവിടെ തന്നെ നിങ്ങളുടെ മാർക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ആ മിസ്റ്റേക്ക് ആരും വരുത്തരുത്. അപ്പൊ നമ്മുടെ എൻതാൽപ്പി എന്താണെന്നാണ് മിസ് പറയുന്നത്. എൻതാൽപ്പി എന്ന് പറയുന്നത് ടോട്ടൽ ഹീറ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ ഹീറ്റിനെ പറയുന്നതാണ് എൻതാൽപ്പി. എൻതാൽപ്പി ഇപ്പൊ മിസ് പറയാണ്, ഫോർ എക്സാമ്പിൾ എന്താ, നമുക്ക് ഒരു ഇക്വേഷൻ തരും. ഇപ്പം ഇത് വെച്ച് എൻതാൽപ്പി വെച്ച് നിങ്ങൾക്ക് പ്രോബ്ലംസ് ആണ് ചോദിക്കുന്നത് തെർമോഡൈനാമിക്സിന്റെ. വീണ്ടും വീണ്ടും മിസ് എടുത്ത് പറയാണ്, 13 മാർക്കിനോളം ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ ഉണ്ട്. അതുകൊണ്ട് അത്യാവശ്യം ഇച്ചിരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. അപ്പം നമുക്ക് എൻതാൽപ്പി ഇപ്പം നിങ്ങൾക്ക് എന്താ CH4, ഈ CH4 മീതെയിൻ ആണെന്ന് നമുക്കറിയാം. ഇതിൻ്റെ ഒരു ഫോർമേഷൻ തരും. സിമ്പിളാണ്. നിങ്ങൾക്ക് പ്രോബ്ലം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഡെഫിനിഷനായിട്ട് അങ്ങനെ എൻതാൽപ്പി ചോദിക്കില്ല, പ്രോബ്ലം ആയിട്ടാണ് ചോദിക്കുന്നത്. ചോദിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു CH4 തന്നിട്ടുണ്ട്, അതിൻ്റെ ഫുൾ ഫോർമേഷൻ തന്നിട്ടുണ്ടായിരിക്കും. അതായത് എന്ത് റിയാക്ട് ചെയ്ത്, റിയാക്റ്റൻറ്റും തന്നിട്ടുണ്ട്, പ്രോഡക്റ്റും തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് വാല്യൂസ് തരും. അതായത് ഇപ്പം ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് തന്നെ ΔRHഉം അല്ലെങ്കിൽ ΔFHഉം. ഇത് ഫോർമേഷൻ ആയിരിക്കും. ഇത് റിയാക്ഷൻ്റെ, അതായത് ടോട്ടൽ റിയാക്ഷൻ ആയിരിക്കും തന്നിരിക്കുന്നത്. അതായത് ഇപ്പം റിയാക്റ്റൻ്റ് പ്ലസ് പ്രോഡക്റ്റ് ആണല്ലോ, നമുക്കറിയാം. റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും ചെന്നിട്ട് ഒരു റിയാക്ഷൻ തരും, കംപ്ലീറ്റ് ആയിട്ടൊരു റിയാക്ഷൻ തരും. ആ റിയാക്ഷനകത്ത് നിങ്ങൾക്ക് ΔRH എന്ന് പറയുന്ന റേറ്റ് ഓഫ് എൻതാൽപ്പി ആണ്, ടോട്ടൽ റേറ്റ് ഓഫ് എൻതാൽപ്പി. ആ റിയാക്ഷൻ്റെ മൊത്തത്തിലുള്ള റേറ്റിനെയാണ് RH എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. RF എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് എൻതാൽപ്പി ആണ്, ഫോർമേഷൻ. ഇപ്പം നിങ്ങൾക്ക് CO2ൻ്റെ ഫോർമേഷൻ ആയിരിക്കും. ഇപ്പം ഇങ്ങനെ തന്നിരിക്കുന്നത് ഫോർമേഷൻ ഓഫ് CO2 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു -395.3 കിലോ ജൂൾ പെർ മോൾ തന്നിട്ടുണ്ടെങ്കിൽ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ CO2 ഫോം ചെയ്യുന്നതിന് CO2ൻ്റെ എൻതാൽപ്പി ഫോർമേഷൻ ആണ് ഇങ്ങനെ തന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ΔRH എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം സംതിങ് 200 300, മിസ് ഒരു എക്സാമ്പിൾ പറയാം, ഒരു 300 400 തന്നിട്ടുണ്ടെന്ന് പറയാം, കിലോ ജൂൾ പെർ മോൾ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അത് ആ റിയാക്ഷൻ മുഴുവൻ എടുക്കുന്നത്, ആ റിയാക്ഷൻ്റെ മുഴുവൻ റേറ്റ് ഓഫ് ഫോർമേഷൻ ആണ്, റേറ്റ് ഓഫ് എൻതാൽപ്പി ആണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്കത് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ ആണല്ലോ. ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച സ്റ്റേറ്റ് ഫംഗ്ഷനും ഇൻറ്റൻസീവ് ആണോ എക്സ്റ്റൻസീവ് ആണോ പ്രോപ്പർട്ടീസ് ഒക്കെ. അപ്പം മിസ് പറഞ്ഞു എന്താണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡെൻസിറ്റി, വിസ്കോസിറ്റി അങ്ങനത്തേതൊക്കെയാണ്. അതായത് ചേഞ്ച് ഉണ്ടാകത്തില്ല, അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇപ്പം സ്പെസിഫിക് മോളാർ ഹീറ്റ് കപ്പാസിറ്റി, അതേപോലെ മോളാർ ഹീറ്റ് കപ്പാസിറ്റി, ഇതൊക്കെ ഇൻറ്റൻസീവ് ആയിരിക്കും. എക്സ്റ്റൻസീവ് എന്ന് പറയുന്നത് നമുക്ക് ചേഞ്ച് ഉണ്ടാകും. എന്തുണ്ടാകും? ചേഞ്ച് ഉണ്ടാകുന്നതായിരിക്കും എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക്
പ്രഷർ എപ്പോഴും കോൺസ്റ്റന്റ് ആണോ? ചില കേസിൽ കോൺസ്റ്റന്റ് ആയിരിക്കും, പക്ഷെ നമുക്ക് പ്രഷർ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഒരു സിസ്റ്റത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു റിയാക്ഷന് എന്താണോ വേണ്ടത് അതനുസരിച്ച് ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ ഇതാക്കാൻ പറ്റും, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഈ എൻട്രോപ്പി, എൻതാൽപ്പി, ജിബ്സ് എനർജി, എൻട്രോപ്പി, ജിബ്സ് എനർജി, ഇന്റേണൽ എനർജി, ഇതെല്ലാം എന്താണ്? എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. മറക്കരുത്. നിങ്ങൾക്ക് ഒരു പോയിന്റ് ഇപ്പോഴേ കിട്ടി. എൻതാൽപ്പി എന്ന് ചോദിക്കുമ്പോൾ ഒരു ടിപ്പാണ് മിസ് പറഞ്ഞിരുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് എക്സാമിന് എൻതാൽപ്പി എന്താണ് കിട്ടുന്നില്ല, ഒരു കാരണവശാൽ ഒന്നും കിട്ടുന്നില്ല, ഒരു പോയിന്റ് എഴുതി വെക്കാൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അങ്ങനെ വെറുതെ അറ്റൻഡ് ചെയ്യാതെ പോകാൻ പറ്റും? ഇല്ല, പറ്റില്ല. നമുക്ക് അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആകെ അറിയാവുന്നത് എന്താ? സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണെന്ന് പറയാം, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ആണെന്ന് പറയാം. നമ്മൾ അത് എഴുതി വെക്കും. 1/2 മാർക്ക് അല്ലെ 1 മാർക്ക് നമുക്ക് കിട്ടും. ഒന്നും അറ്റൻഡ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്ക് കിട്ടുമോ? കിട്ടത്തില്ല. നമുക്ക് 1 മാർക്ക് 1/2 മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന് അല്ലേ. അതുകൊണ്ട് സ്റ്റേറ്റ് ഫംഗ്ഷനും എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീവാണ്. എൻതാൽപ്പി എന്ന് പറയുന്നത് ക്യാപിറ്റൽ H ആണ്. ഇനി നമ്മൾ പറഞ്ഞ സം ഓഫ് ഇന്റേണൽ എനർജി ആൻഡ് പ്രഷർ വോളിയം എനർജി. സം ഓഫ് ഇന്റേണൽ എനർജി, എൻതാൽപ്പി എന്ന് പറയുമ്പോഴേ നമ്മൾ പറഞ്ഞു എന്താണെന്ന്. എൻതാൽപ്പി എന്ന് പറയുന്നത് ഫോർമേഷനാണ്, ടോട്ടൽ സം ഓഫ് എനർജീസിനെയാണ് നമ്മൾ പറയുന്നത്. ഒരു റിയാക്ഷൻ എടുക്കുമ്പോൾ അവിടെ നടക്കുന്ന എല്ലാ റിയാക്ഷൻ്റെയും ഒരു ടോട്ടൽ ഹീറ്റിനെ നമുക്ക് പറയാൻ പറ്റും അല്ലെ. അതിനാണ് നമ്മൾ എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറയാൻ പോകുന്നത്, ഇനി മിസ് ഒരു എക്സാമ്പിൾ പറയാം. അതായത് 33 സെൽഷ്യസിൽ നിന്ന് മിസ്സിന് 35 സെൽഷ്യസിലേക്ക് മാറ്റണം. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ്? ജൂള് തന്നിട്ടുണ്ട്. ഇത്ര ജൂളിലാണ് ഹീറ്റ് വരുന്നത്. ഹീറ്റിന്റെ ജൂള് തന്നിട്ടുണ്ട്. എന്താണ് തന്നിരിക്കുന്നത്? ഓക്കെ, അപ്പം എൻതാൽപ്പി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? ടോട്ടൽ സം ഓഫ് ഇന്റേണൽ എനർജി ആൻഡ് പ്രഷർ വോളിയം എനർജി. ഒരു സിസ്റ്റം എടുക്കുമ്പോൾ അവിടെ ഇന്റേണൽ എനർജി ഉണ്ട്. ഇന്റേണൽ എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ലേ. ആ ഇന്റേണൽ എനർജിയുടെ കൂടെ അവിടെ പ്രഷർ വോളിയം എനർജിയും കൂടെ വരും. ഇതിന്റെ മൊത്തത്തിലുള്ള ഹീറ്റിനെ, ടോട്ടൽ ഹീറ്റിനെയാണ് നമ്മൾ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ജിബ്സ് എനർജി പഠിക്കും. അതിപ്പോൾ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. അതായത് ടോട്ടൽ കുറേ എനർജി കാണും, അതിൽ കുറച്ച് എനർജി എടുത്തിട്ടാണ് നമ്മൾ വർക്കിലേക്ക് മാറ്റുന്നത്. അപ്പോൾ അതിനെ നമ്മൾ പറയുന്നതാണ് ജിബ്സ് എനർജി. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ, പഠിക്കാൻ പോകുന്നതേ ഉള്ളേ. അപ്പോൾ എൻതാൽപ്പി എന്ന് പറയുന്നത് ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ഓഫ് എ സിസ്റ്റമാണ്. സിസ്റ്റത്തിലെ ടോട്ടൽ ഹീറ്റിനെ നമ്മൾ പറയുന്നത് എൻതാൽപ്പി എന്നാണ്. അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇന്റേണൽ എനർജിയും പ്രഷർ വോളിയം എനർജിയുമാണ്. ഇതൊരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്, ഇന്റൻസീവ് പ്രോപ്പർട്ടീവ് ആണെന്ന് പറയുകയും ചെയ്തു. ഇന്റൻസീവ് സ്റ്റേറ്റ് ഫംഗ്ഷന്റെ കേസ് നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞതാണ് അല്ലെ, കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ H = U + PV ആണ്. നമുക്കറിയാം U എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി ആണ്. അതായത് ഡെൽറ്റ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ എൻതാൽപ്പി. ഡെൽറ്റ H എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ എൻതാൽപ്പി, ഡെൽറ്റ U എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. അപ്പൊ ഡെൽറ്റ H ചേഞ്ച് ഇൻ ഡെൽറ്റ U, അതായത് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി പ്ലസ് P ഡെൽറ്റ V ചേഞ്ച് ഇൻ വോളിയം. ഈ ഇക്വേഷൻ ആണ് നമ്മുടെ എൻതാൽപ്പിയുടെ ഇക്വേഷൻ. എൻതാൽപ്പി എന്ന് പറയുമ്പോൾ എന്താണെന്ന് പറഞ്ഞു? ടോട്ടൽ ഹീറ്റ് എനർജിനെയാണ്, ഒരു സിസ്റ്റത്തിലെ ടോട്ടൽ ഹീറ്റ് എനർജിയാണ് നമ്മൾ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഡെൽറ്റ H = ഡെൽറ്റ U + PV എന്ന് പറയുന്നത്. P ഡെൽറ്റ V ആണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത് എൻതാൽപ്പിയുടെ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് റിലേഷൻഷിപ്പാണ്. CV-യുടെയും CP-യുടെയും റിലേഷൻഷിപ്പാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് CV എന്താണെന്നും CP എന്താണെന്ന് അറിയണം. ഈ CPയും CV അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് C എന്താണെന്ന് അറിയണം, അതായത് ഹീറ്റ് കപ്പാസിറ്റി. ഹീറ്റ് കപ്പാസിറ്റി എന്ന് വെച്ച് കഴിയുമ്പോൾ ഇപ്പം ഞാനൊരു വെസലിനകത്ത് അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിനകത്ത് വെള്ളം എടുത്ത് ചൂടാക്കാൻ വെച്ചു. ചൂടാക്കാൻ വെക്കുമ്പോൾ ഇപ്പം എന്താ 0 സെൽഷ്യസിൽ നിന്ന് 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് ആകും. 100 ഡിഗ്രി ആകുമ്പോഴാണ് ചൂടാകുന്നതെന്ന് മിസ് പറഞ്ഞു അല്ലേ. അങ്ങനെ ചൂടാവണമെങ്കിൽ, അതായത് ആ വെള്ളം ചൂടാവാൻ എടുക്കാൻ ഹീറ്റ് വേണം അല്ലേ, ടെമ്പറേച്ചർ എടുക്കും. ആ എടുക്കുന്ന ടെമ്പറേച്ചർ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ്, അതായത് എന്താ, ഇത് 0 നിന്നും 1 സെൽഷ്യസിലേക്ക് ആകാൻ വേണ്ടി എടുക്കുന്ന ടെമ്പറേച്ചർ ആണ്, എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് നമ്മൾ പറയുന്നത് ഹീറ്റ് കപ്പാസിറ്റി എന്ന്. മനസ്സിലായോ? ഇപ്പം ഫോർ എക്സാമ്പിൾ മിസ് പറഞ്ഞുതരാം.
അതായത് എനിക്ക് 30 ഡിഗ്രി സെൽഷ്യസിൽ ഉള്ള ഒരു ഹോട്ട് വാട്ടർ ഞാൻ എടുത്തു. 30 ഡിഗ്രി സെൽഷ്യസാണ്. ഇതിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യണം? 32 ഡിഗ്രി സെൽഷ്യസ് ആക്കണം. എത്ര? 30 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളം ഞാൻ എന്താ 32 ഡിഗ്രി ആക്കണം. അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. അത് നമുക്കറിയാം. ഈ 30 ഡിഗ്രിയിലുള്ള ടെമ്പറേച്ചറിൻ്റെ Q എന്ന് പറയുന്ന ഹീറ്റാണ്. അത് 1000 ജൂളാണ് ഞാൻ പറഞ്ഞു. അതായത് 1000 ജൂളാണ്. അങ്ങനാണെങ്കിൽ എനിക്ക് ഈ 32 ആക്കാൻ 32 ആകുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ 2 ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. 2 ആണ് ടെമ്പറേച്ചർ ഡിഫറൻസ് വരുന്നത്. അങ്ങനാണെങ്കിൽ 1 ഡിഗ്രി സെൽഷ്യസിന് എത്ര ഹീറ്റ് ആയിരിക്കും അവിടെ വേണ്ടത്? അതായത് സിമ്പിളാണ്, കൺഫ്യൂഷൻ അടിക്കേണ്ട. അതായത് എനിക്ക് 30-ൽ നിന്ന് 32-ലേക്ക് മാറ്റണം. 2 ആണ് ടെമ്പറേച്ചർ ഡിഫറൻസ് വരുന്നത്. അങ്ങനെ എടുക്കുന്ന സമയത്ത് 30 ഡിഗ്രി സെൽഷ്യസിൽ ഞാൻ എടുക്കുന്ന ഹീറ്റ് 1000 ജൂളാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഡിഫറൻസ് 2 ആണെന്ന് പറഞ്ഞു. 2 ആണെങ്കിൽ 1 ഡിഗ്രി സെൽഷ്യസിൽ എത്ര ടെമ്പറേച്ചർ, അതായത് എത്ര ഹീറ്റ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്? ഇത്രേ ഉള്ളൂ. ഈ 1000-നെ നമ്മൾ എന്ത് ചെയ്യും? by 2 ചെയ്യുമ്പോൾ കിട്ടുന്നില്ലേ? ഇപ്പം അതിൻ്റെ പകുതി 500. അത്രയും ജൂളാണ് 1 ഡിഗ്രി സെൽഷ്യസ് എടുക്കുന്നത്. 500 ജൂളാണ് 1 ഡിഗ്രി സെൽഷ്യസ് എടുക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ഹീറ്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നത്. ഹീറ്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് C = Q + ΔT. ഈ ΔT എന്ന് പറയുന്നതാണ് നമ്മളുടെ ഇതാണ് ഈ ഡിഫറൻസ് ടെമ്പറേച്ചർ. നമ്മൾ മാത്സിലൊക്കെ ഡിഫറൻസ് അതായത് പഠിച്ചിട്ടില്ലേ? കോമൺ ഡിഫറൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ 10th പഠിച്ചിട്ടുണ്ട്, +1 വരുന്നുണ്ട് അല്ലേ? അതേപോലെ തന്നെയാണ് ഈ ΔT എന്ന് പറയുന്ന ഇതിൻ്റെ കോമൺ ഡിഫറൻസ് ആണ്. അതായത് എത്ര നിന്ന് എത്രയിലേക്ക് പോകണം. ഇപ്പോൾ 30-ൽ നിന്ന് 32-ലേക്ക് പോകുമ്പോൾ 2 ആണ് നമ്മുടെ സെൽഷ്യസ്. ΔT എന്ന് പറയുന്നത്, Q എന്ന് പറയുന്നത് 30-ൽ Q വന്നതിന് 1000 ആണ്. അതിൻ്റെ പകുതി എടുക്കുമ്പോൾ 500. ഓക്കെ ആണല്ലോ. ഇനി നമ്മളോട് ചോദിച്ചത് കോൺസ്റ്റന്റ് വോളിയം വരുന്നതാണ് CP. കോൺസ്റ്റന്റ് പ്രഷർ വരുന്നതാണ് CV-യും CP-യും. പ്രഷർ എന്ന് പറയുമ്പോൾ CP-യും വോളിയം എന്ന് പറയുമ്പോൾ CV-യും. അതെങ്ങനെ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് കപ്പാസിറ്റി C എന്താണെന്ന് അറിയാം. എന്താ? 1 ഡിഗ്രി റേസ് ചെയ്യാൻ എടുക്കുന്ന ഹീറ്റിനെയാണ് നമ്മൾ പറയുക, എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ എടുക്കുന്ന ഹീറ്റ് കപ്പാസിറ്റിയുടെ കൂടെ അവിടെ കോൺസ്റ്റന്റ് വോളിയം ആണെങ്കിൽ CV എന്ന് നമ്മൾ പറയും. കോൺസ്റ്റന്റ് വോളിയത്തിന്റെ കേസ്. ഇനി അതേ സ്ഥാനത്ത് കോൺസ്റ്റന്റ് പ്രഷർ ആണെന്ന് പറയുകയാണെങ്കിൽ CP എന്നും പറയും. കോൺസ്റ്റന്റ് പ്രഷർ ആണെങ്കിൽ CP എന്ന് പറയും. കോൺസ്റ്റന്റ് വോളിയം ആണെങ്കിൽ CV എന്നും പറയും. ഇനി ഇവിടെ നമുക്കറിയാം C = എന്താ? Q/ΔT ആണെങ്കിൽ CV എന്ന് പറയുന്നത് QV/ΔT ആണ്. ഇനി CP എന്ന് പറയുമ്പോൾ പ്രഷർ കോൺസ്റ്റന്റ് കേസിൽ വരുമ്പോൾ QP/ΔT. ഇക്വേഷൻ മനസ്സിലായോ? ഈ CV-യുടെയും CP-യുടെയും ഇക്വേഷൻ എങ്ങനെ വന്നു എന്ന് മനസ്സിലായോ? QP/ΔT, QV/ΔT ഇങ്ങനെയാണ് വരുന്നത്. ഈ QV എന്ന് പറയുന്നത് നമ്മുടെ വോളിയം അവിടെ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന ഹീറ്റിന്റെ അവിടെ വോളിയം എന്താണ്? കോൺസ്റ്റന്റ്. അതുകൊണ്ട് QV എന്ന് നമ്മൾ പറയും. ഇനി പ്രഷർ ആണെങ്കിൽ QP എന്ന് നമ്മൾ പറയും. നമുക്കറിയാം C = Q + ΔT ആണ് ഇക്വേഷൻസ് വരുന്നത്. ഇപ്പം ഇതൊക്കെ അല്ലേ. ഇനി CV-യും CP-യും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമുക്ക് പറയേണ്ടത്. അതിനു മുമ്പ് നിങ്ങൾ അറിയേണ്ടത് എന്താണ്? ഈ CP-ക്കും CV-ക്കും, അതായത് നമ്മൾ ഈ QV-യും QP-യും എന്ന് പറഞ്ഞു അല്ലെ. QV-യും QP. നമ്മൾ ഈ CV-യുടെ കേസിലാണ് നമ്മൾ പറഞ്ഞത് QV/ΔT എന്നും, അതേപോലെ CP-യുടെ കേസിൽ നമ്മൾ പറഞ്ഞു QP/ΔT ആണെന്നും. അങ്ങനാണെങ്കിൽ ΔT, അപ്പോൾ ഈ QV-യും QP-ക്കും ഒരു ഇക്വേഷൻസ് വരുന്നുണ്ട്. അതായത് ΔH-ഉം ΔU-വും. അതായത് QP ഹീറ്റ് കോൺസ്റ്റന്റ് പ്രഷറിന്റെ കേസ് വരുമ്പോൾ ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ പറയുന്നത് ഡെൽറ്റ ഇന്റേണൽ എനർജിയാണ്. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിയും. ഇനി QV ആണ് വോളിയം കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ പറയുന്നത് ΔH, അതായത് ചേഞ്ച് ഇൻ എൻതാൽപ്പിയുമാണ്. അതൊക്കെ അല്ലേ. ഈ ഇക്വേഷനും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. കാര്യം നമുക്ക് റിലേഷൻഷിപ്പ് പറയുമ്പോൾ ഇത് വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ ഇവിടെ വരെ?
അപ്പൊ റിലേഷൻഷിപ്പിലേക്ക് പോട്ടെ. ഈ ക്യൂപിയുടെയും സി വിയുടെയും സി പിയുടെയും റിലേഷൻഷിപ്പാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കറിയാം ഇന്റേണൽ എനർജി എന്താണ്? എൻതാൽപ്പി എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ കേസിൽ നമ്മൾ സി പിയുടെയും സി വിയുടെയും കേസിൽ നമ്മൾ എഴുതും. നമ്മൾ സി പിയുടെയും സി വിയുടെയും ഇക്വേഷൻ റിലേഷൻഷിപ്പാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഡെൽറ്റ എച്ച് എന്ന് പറയുന്നതാണ് നമ്മുടെ എൻതാൽപ്പി എന്ന് പറഞ്ഞു. ഡെൽറ്റ എച്ച് ഇസിക്കൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി, ഇതാണ് നമുക്ക് വരേണ്ടത്. പക്ഷെ നമുക്ക് ഡെൽറ്റ യു എന്താണെന്ന് അറിയത്തില്ല, പി ഡെൽറ്റ വിക്കും ഡെൽറ്റ എച്ചിനും ഇക്വേഷൻസ് അറിയത്തില്ല. അത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. നമുക്കറിയാം സി ഇസിക്കൽ ടു ക്യൂ ബൈ ഡെൽറ്റ ടി ആണ് നമ്മുടെ ഹീറ്റ് കപ്പാസിറ്റി എന്ന്. ഇതിൽ നിന്ന് നമുക്ക് ക്യൂ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ക്യൂ ഈക്വൽ സി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് നമുക്ക് പറയാം. ക്യൂ ഇസ് ഈക്വൽ ടു സി ഡെൽറ്റ ടി. അതായത് ക്യൂ ഇങ്ങോട്ട് വന്നു, അപ്പം സി ഇങ്ങോട്ട് വന്നു, സി ഇൻറ്റു ഡെൽറ്റ ടി ഡിവൈഡഡ് മാറി. നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി നമുക്ക് സി വിയുടെയും സി പിയുടെയും അറിയാം. സി വി എന്ന് പറയുന്നത് എന്താ? ക്യൂ വി ബൈ ഡെൽറ്റ ടി ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ ക്യൂ ഇങ്ങനെ നമുക്ക് എഴുതി കൂടെ? അതായത് ക്യൂ ഈസ് ഈക്വൽ ടു സി ഡെൽറ്റ വി ആണെങ്കിൽ എന്താണ്? ക്യൂ വി ഈക്വൽ എന്താണ്? സി വി ഇൻറ്റു ഡെൽറ്റ ടി. നമുക്കറിയാം ക്യൂ വി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ക്യൂ വി എന്ന് പറഞ്ഞു നമ്മൾ ക്യൂ വിയും ക്യൂ പിയുടെ കേസ് നമ്മൾ പറഞ്ഞു അല്ലെ. ഇത് ഡെൽറ്റ എച്ച് എന്ന് മിസ് പറഞ്ഞു, ഇത് ഡെൽറ്റ യു ആണെന്നും പറഞ്ഞു അല്ലെ. ക്യൂ പി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പ്രഷർ വരുന്ന സമയത്ത് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ആണെന്ന് മിസ് പറഞ്ഞു. അതേപോലെ കോൺസ്റ്റന്റ് വോളത്തിന്റെ കേസ് ചേഞ്ച് ഇൻ എൻതാൽപ്പി ആണെന്ന് മിസ് പറഞ്ഞു. അപ്പൊ ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ക്യൂ വി ഈസിക്കൽ ടു സി വി ഡെൽറ്റ ടി എന്ന് പറയുന്നതിനെ നമുക്ക് എന്ത് എഴുതാം? ഡെൽറ്റ എച്ച് ഈസിക്കൽ ടു സി വി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് നമുക്ക് എഴുതാം. ഈ ഡെൽറ്റ എച്ച് എവിടെ നിന്ന് വന്നു? നമ്മൾ ക്യൂ വി എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് ആണ്. അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്കറിയാം എന്താ? സി പി ഈക്വൽ ക്യൂ പി ബൈ ഡെൽറ്റ ടി ആണെന്ന് ഇല്ലേ. ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ എങ്ങനെ നമുക്ക് പറയാം? അതായത് ക്യൂ പി ഈക്വൽ സി പി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് നമുക്ക് എഴുതാം. നമുക്കറിയാം ക്യൂ പി എന്ന് പറയുന്നത് ഡെൽറ്റ യു ആണ്. അപ്പം എങ്ങനെ എഴുതും? ഡെൽറ്റ യു ഈക്വൽ സി പി ഇൻറ്റു ഡെൽറ്റ ടി. നമുക്ക് വേണ്ടത് ഈ ഇക്വേഷനും അതേപോലെ ഈ ഇക്വേഷനാണ് നമുക്ക് വേണ്ടത്. കാര്യം ഡെൽറ്റ എച്ച് ഈസിക്കൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണ്. നമുക്കിപ്പോൾ ഡെൽറ്റ എച്ചിൻ്റെ ഇക്വേഷനും കിട്ടി, ഡെൽറ്റ യുവിൻ്റെ ഇക്വേഷനും കിട്ടി. പക്ഷെ പി ഡെൽറ്റ വി നമുക്ക് കിട്ടിയില്ല. നമുക്ക് പി ഡെൽറ്റ വി കിട്ടണം. അങ്ങനത്തെ സമയത്ത് ഓക്കെ പി ഡെൽറ്റ വി ആണ് കിട്ടേണ്ടത്. മിസ് ഒന്നും കൂടി ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മൾ ആ പി വി സി വി മിസ് ഒന്നും കൂടെ എഴുതി തരാം. അപ്പം നിങ്ങൾക്കൊന്ന് മനസ്സിലാവും. അതായത് നമ്മുടെ എൻതാൽപ്പി എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണെന്ന് പറഞ്ഞു. നമുക്കറിയാം സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ഡെൽറ്റ ടി ആണെന്നും. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ക്യൂ കണ്ടുപിടിക്കുമ്പോൾ സി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ സി പിയുടെ കേസിൽ മിസ് പറയാണ് സി പി എന്ന് പറയുന്നത് ക്യൂ പി ബൈ ഡെൽറ്റ ടി ആണെന്നും അതേപോലെ സി വി എന്ന് പറയുന്നത് ക്യൂ വി ബൈ ഡെൽറ്റ ടി ആണെന്നും നമ്മൾ പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്ന് എന്ത് എഴുതാം? ക്യൂ വി എന്ന് പറയുന്നത് ക്യൂ പി എന്ന് പറയുന്നതിനെ നമുക്ക് എന്താ സി പി ഇൻറ്റു ഡെൽറ്റ ടി എന്നും അതേപോലെ ഇവിടെ ക്യൂ വി എന്ന് പറയുന്നതിനെ സി വി ഇൻറ്റു ഡെൽറ്റ ടി എന്നും എഴുതാം. ഇക്വേഷൻസ് മനസ്സിലായല്ലോ? ഇത്രയും നേരം മിസ് എക്സ്പ്ലെയിൻ ചെയ്തതാ. അതൊന്നും കൂടെ വൃത്തിയായിട്ട് ഞാനൊന്നും കൂടെ ഒരു വൈറ്റ് ബോർഡിൽ എഴുതുന്നതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? നമുക്കറിയാം ക്യൂ പി എന്ന് പറയുന്നതും ക്യൂ വി എന്ന് പറയുന്നത്, ക്യൂ പി എന്ന് പറയുന്നത് ഡെൽറ്റ യു ആണ്, ക്യൂ വി എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് ഡെൽറ്റ എച്ചിനുള്ള വാല്യൂവും ഡെൽറ്റ യുവിനുള്ള വാല്യൂം ഡെൽറ്റ എച്ചിനുള്ള വാല്യൂം കിട്ടി. ഇക്വേഷൻസ് കിട്ടി. നമ്മുടെ ഇക്വേഷൻസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ സി വിക്കും സി പിക്കും റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഡെൽറ്റ എച്ചും കിട്ടി, ഡെൽറ്റ യുവും കിട്ടി. നമുക്ക് പി ഡെൽറ്റ വി ആണ് കിട്ടേണ്ടത്. അതായത് പി ഡെൽറ്റ വി നമുക്ക് കണ്ടുപിടിക്കണം. മിസ് പറഞ്ഞുതരാം. നമുക്കറിയാം എന്ത്?
നമ്മുടെ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് PV = nRT ആണെന്ന്. ഇതാണ് ഐഡിയൽ ഗ്യാസിന്റെ ഇക്വേഷൻ. നമ്മൾ കുഞ്ഞു ക്ലാസ് മൊത്തം പഠിക്കുന്നതാണ്. PV = nRT ആണെന്ന്. ഇതിൽ ഞാൻ ചോദിച്ചിട്ട് P എന്ന് പറയുന്ന പ്രഷറും V എന്ന് പറയുന്ന വോളിയമാണ്, N എന്ന് പറയുന്ന നമ്പർ ഓഫ് മോൾസ്, R കോൺസ്റ്റന്റ് വാല്യൂ ആണ് ഗ്യാസ് അല്ലെ. 1 മോൾ ഓഫ് ഗ്യാസിന്റെ വാല്യൂ ആണ് R, 8 പോയിന്റ് സംതിങ് ആണ്. അതേപോലെ വേറൊരു വാല്യൂ ഉണ്ട്. നമുക്ക് ബാറിന്റെ വാല്യൂ ഇവിടെ വേണ്ട, പക്ഷെ T എന്ന് പറയുന്ന ടെമ്പറേച്ചർ ആണ്. അപ്പൊ N എന്ന് പറയുന്ന നമ്പർ ഓഫ് മോൾസ്, ഇവിടെ നമ്പർ ഓഫ് മോൾസ് നമ്മൾ N എന്ന് പറയുന്നത് 1 ആക്കി. 1 ആകുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ? PV = RT. ഈ ഇക്വേഷൻ വന്നു. പക്ഷെ നമുക്ക് ഈ P ഡെൽറ്റ V ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? P ഡെൽറ്റ V എന്ന് എഴുതി. അപ്പൊ നമുക്ക് എന്താ RT എന്ന് കിട്ടിയില്ലേ? ഈ ഇക്വേഷൻ കിട്ടിയില്ലേ? അതായത് വിനെ നമ്മൾ ഡെൽറ്റ V ആക്കി. അപ്പൊ PV = RT ആണെങ്കിൽ P ഡെൽറ്റ V = RT. നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻസ് ആയി. അപ്പൊ നമ്മൾ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് നമുക്ക് കിട്ടി ഡെൽറ്റ എച്ചിനുള്ള വാല്യൂയും കിട്ടി ഈക്വൽ ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ വിക്കുള്ള ഇക്വേഷൻസ് കിട്ടി. ഡെൽറ്റ എച്ച് എന്തായിരുന്നു നമുക്ക് കിട്ടിയത്? ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? P ഡെൽറ്റ V = RT. നമുക്ക് ഈ ഇക്വേഷൻ കിട്ടിയില്ലേ? അപ്പൊ ഇതിന്റെ ഇനി നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡെൽറ്റ എച്ചിലും ഡെൽറ്റ യുക്കും നമുക്ക് ഓരോ ഇക്വേഷൻസ് കിട്ടി. P ഡെൽറ്റ വിക്കും ഇക്വേഷൻ കിട്ടി. ഇനി ഇത് മൂന്നും കൂടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ? അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയ ഇക്വേഷൻസ് എന്തൊക്കെയായിരുന്നു? ഡെൽറ്റ എച്ചിന് കിട്ടിയ ഇക്വേഷൻസ് എന്തൊക്കെയായിരുന്നു? അതായത് CP ഡെൽറ്റ എച്ചിന് കിട്ടിയ ഇക്വേഷൻ എന്താ? CP ഡെൽറ്റ T. CP × ഡെൽറ്റ T ഈക്വൽ CV × ഡെൽറ്റ T ആണ് ഡെൽറ്റ യുവിന് കിട്ടിയത്. പ്ലസ് PVക്ക് നമുക്ക് എന്താണ്? RT ആണ് കിട്ടിയത്. R ഡെൽറ്റ T ആണ് നമുക്ക് കിട്ടിയത്. ഇവിടെ നമ്മൾ P ഡെൽറ്റ V ചെയ്യുമ്പോൾ R ഡെൽറ്റ T ആണ് വരുന്നത്. ടെമ്പറേച്ചർ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അങ്ങനത്തെ കേസിൽ നമുക്ക് ഇത് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇക്വേഷൻസ് എഴുതി. ഇതിനെല്ലാം ശ്രദ്ധിക്കുക. ഡെൽറ്റ T ഡെൽറ്റ T ഡെൽറ്റ T. നമുക്ക് ഈ ഡെൽറ്റ ടിയെ നമുക്ക് എന്താ എടുത്ത് കളയാം അല്ലെ? കോമൺ ആക്കി കളയാം. അപ്പൊ എന്താ? CP = CV പ്ലസ് R നമുക്ക് ഇക്വേഷൻ വന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? CPയുടെയും CVയുടെയും റിലേഷൻഷിപ്പ്. അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു? CP / CV = R. ഈ ഇക്വേഷൻ കിട്ടിയില്ലേ? നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, CV - CP = R. ഇങ്ങനെയും നമുക്ക് എഴുതാം. ഈ രണ്ടെണ്ണം എഴുതിയാലും നമ്മുടെ ഇക്വേഷൻസ് കറക്റ്റ് ആയിരിക്കും. അതായത് റിലേഷൻഷിപ്പ് ഓഫ് CP എന്നാണ് ചോദിച്ചത്. അപ്പൊ CP - CV = R എന്ന് എഴുതാം, അല്ലെങ്കിൽ CV - CP = R. ഇപ്പൊ മിസ് എടുത്ത്, അതായത് ഡെൽറ്റ എച്ച് ഡെൽറ്റ യു നിങ്ങൾ എഴുതുമ്പോൾ CV - CP = R എന്നുള്ള ഇക്വേഷൻസ് കിട്ടും. ഇതാണ് റിലേഷൻഷിപ്പ്. ഇതൊരു 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. സെറ്റല്ലേ റിലേഷൻഷിപ്പ്? ഇനി നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ആ റിലേഷൻഷിപ്പും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താ? ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ കണ്ടോ, നമ്മൾ ഈ ടോപ്പിക്ക് ഈ സെഷനിൽ നമ്മൾ ആദ്യം പറഞ്ഞാണ് പ്രോസസ്സുകളെ കുറിച്ച്. അപ്പോൾ എക്സാമിന് ചോദിക്കുന്ന പ്രോസസ്സുകൾ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നിങ്ങൾ എങ്ങനെ എഴുതും? നിങ്ങൾ നോക്ക്, ഐസോതെർമൽ തന്നിട്ടുണ്ട്, അഡയബാറ്റിക് തന്നിട്ടുണ്ട്, ഐസോബാറിക് തന്നിട്ടുണ്ട്, അതേപോലെ ഐസോഗ്ലോറിക്കും തന്നിട്ടുണ്ട്. ഐസോതെർമൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചർ ആണ് അവിടെ കോൺസ്റ്റന്റ്. അപ്പോൾ ഇതാണ് ഇതിന് വരുന്നത്. നേരെ മാർക്ക് ചെയ്യുക. ഐസോതെർമൽ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഇനി നിങ്ങൾക്ക് അഡയബാറ്റിക് കിട്ടിയില്ലെന്ന് വെച്ചോ, അതവിടെ നിൽക്കട്ടെ. ഐസോബാറിക് എന്ന് പറയുന്നത് പ്രഷറിന്റെ യൂണിറ്റ് ആണെന്ന് വിശ്വസിക്കുക അല്ലെ? നേരെ എന്ത് ചെയ്തു? പ്രഷർ കോൺസ്റ്റന്റ്. ഇത് കിട്ടിയില്ലേ? 1 2 3 4. അപ്പോൾ ഒന്നാമത്തെ ആൻസർ ഇതാണെങ്കിൽ രണ്ടാമത്തെ ആൻസർ ഇതുമാണ്. മൂന്നാമത്തെ ആൻസർ ആണ് ഇത്. ഇനി ഐസോഗ്ലോറിക് എന്ന് പറയുന്നത് വോളിയം ആണ്. നേരെ വോളിയത്തിലേക്ക് കൊണ്ടുവന്നു. ഇത് 4. അപ്പം ഇനി അഡയബാറ്റിക് അല്ലേ? അഡയബാറ്റിക് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ വേരിയേഷൻ ആണ് 2. ഇത് മിസ് 1 ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. അഡയബാറ്റിക് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ വേരി ചെയ്യുന്നു. ഇനി നമ്മൾ ഐസോബാറിക് ആണ്, അത് പ്രഷർ കോൺസ്റ്റന്റ്. ഈ ക്വസ്റ്റ്യൻസും പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എൻതാൽപ്പിയുടെ ക്വസ്റ്റ്യൻസ് ആണ്. എൻതാൽപ്പിയുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതാണ് എൻതാൽപ്പിയുടെ ഒരു ക്വസ്റ്റ്യൻ. എൻതാൽപ്പിയുടെ ക്വസ്റ്റ്യനും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ സെഷൻ കഴിയും അല്ലേ. അപ്പൊ ഈ എൻതാൽപ്പിയുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇക്വേഷൻ തരും, നമുക്ക് ഫോർമേഷൻസും തരും. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്റ്റന്റ്, പ്രോഡക്റ്റ് മൈനസ് റിയാക്റ്റന്റ് ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഡെൽറ്റ ആർ ആണ് കണ്ടുപിടിക്കുന്നത്, ഡെൽറ്റ ആർ എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡെൽറ്റ ആർ എച്ച് എന്ന് പറയുന്നത് ഡെൽറ്റ ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ് മൈനസ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റന്റ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഈ ഇക്വേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ CaCO3 ഗിവ്സ് COയും CO2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് COയുടെ ഫോർമേഷൻ തന്നിട്ടുണ്ട്, അതേപോലെ CO2ന്റെ തന്നിട്ടുണ്ട്. അങ്ങനെ എഴുതുമ്പോൾ ഡെൽറ്റ ആർ എച്ച് ഈക്വൽ എന്താണ്, പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു. പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ CO ആണ്, അതായത് ഫോർമേഷൻ ഓഫ് എച്ച് ഓഫ് CO പ്ലസ് ബ്രാക്കറ്റ് ഇടുക, പിന്നെ CO2 ആണ്, അതായത് ഫോർമേഷൻ ഓഫ് എച്ച് CO2 ബ്രാക്കറ്റ് ക്ലോസ് മൈനസ് ഫോർമേഷൻ ഓഫ് ഡെൽറ്റ, ഫോർമേഷൻ ഓഫ് എൻതാൽപ്പി എന്താണ് CaCO3. കാരണം CO3 മാത്രമാണ് നമ്മുടെ റിയാക്റ്റന്റ് ആയിട്ട് വരുന്നത്, അതുകൊണ്ടാണ്. ഇത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കിട്ടും. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ആണ് ഡെൽറ്റ ആർ എച്ച് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ തെർമോഡൈനാമിക്സിന്റെ ഈ സെഷൻ കഴിഞ്ഞു. അപ്പൊ അടുത്ത സെഷനിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.